രേണുസുതി ബിഗ് ബോസിൽ നിന്ന് വിക്റ്റായോ ഇല്ലയോ എന്ന രീതിയിലുള്ള ഒരുപാടധികം ചർച്ചകൾ ഇപ്പൊ നിലവിൽ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ശരിക്കും ഇതിന്റെ സത്യാവസ്ഥ? രേണു ചേച്ചി വിക്റ്റായോ, രേണുസുതി ബിഗ് ബോസിൽ നിന്ന് വിക്റ്റായി പോയോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഒരു വീഡിയോയിൽ നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേപോലത്തെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് കൊടുത്ത് വെച്ചേക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ബിഗ് ബോസിന്റെ ഇന്നത്തെ, അതായത് ലാലേട്ടൻ വരുന്ന ആ ഒരു എപ്പിസോഡിന്റെ ഷൂട്ട് ഇതുവരെ തീർന്നിട്ടില്ല. ഇപ്പൊ ആ ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ഷൂട്ട് തീർന്നാലല്ലേ ശരിക്കും ആരാണ് വിക്റ്റായത്, ആരൊക്കെയാണ് വിക്റ്റ് ആവാത്തത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഈ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ രേണു ചേച്ചി വിക്റ്റായി എന്ന രീതിയിലുള്ള ഒരുപാടധികം വീഡിയോസുകളൊക്കെ ഞാൻ കണ്ടു. അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഫേക്ക് ആയിട്ടുള്ള വീഡിയോസ് ആണ്. അങ്ങനെ ഇതുവരെ ആരും പുറത്തൊന്നും ആയിട്ടില്ല. പുറത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫാൻസും കാര്യങ്ങളും രേണു ചേച്ചിക്ക് ഉണ്ട്. കൂടാതെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു വീക്കേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇത്രയും പുറത്തുനിന്ന് സപ്പോർട്ടുള്ള ഒരാളെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എന്തായാലും രേണു ചേച്ചി ഒരു ഈ വീക്കിൽ എന്തായാലും എവിക്റ്റ് ആവാനായിട്ട് പോകുന്നില്ല. മറ്റ് 4 പേര് ഇപ്പോൾ നിലവിൽ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന 4 പേരിൽ ആരെങ്കിലും 1 or 2 ആൾക്കാർ പോകാൻ സാധ്യതയുണ്ട് എന്നല്ലാതെ രേണു ചേച്ചി ഒന്നും ഈ വീക്കിൽ എന്തായാലും പുറത്താവാനായിട്ട് പോകുന്നു. പിന്നീട് ഈ ഒരു സീസൺ ഏതിന്റെ പണിയായതുകൊണ്ട് തന്നെ നമുക്കൊന്നും ഉറപ്പിച്ച് പറയാനും പറ്റില്ല. എന്ത് വേണമെന്നെങ്കിലും സംഭവിക്കാം. പക്ഷേ രേണു ചേച്ചി പുറത്തു പോകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അപ്പൊ നിലവിൽ ബിഗ് ബോസിന്റെ ആ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് മണിക്കൂർ കഴിയുന്ന സമയത്ത് നമുക്കറിയാം ആരാണ് ശരിക്കും ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആയി പോയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ ആരെയും എവിക്റ്റ് ചെയ്യാതെയും ഇരിക്കാം. ഓക്കെ, ഞാൻ മറ്റേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസ് നോമിനേഷനിൽ വന്നവരെയൊക്കെ അടുത്തൊരു വീക്കിലേക്ക് കൂടി നോമിനേഷനിലേക്ക് കടത്തി വിട്ടിട്ട് ഒരു വീക്ക് കൂടി സമയം കൊടുക്കുന്ന രീതിയിൽ സംഭവിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ച് ഇത്ര കാര്യങ്ങൾ പറയാനുള്ളൂ. രേണു ചേച്ചി എവിക്റ്റ് ആയി എന്ന രീതിയിൽ വരുന്ന വീഡിയോസ് ഒക്കെ കംപ്ലീറ്റ്ലി ഫേക്ക് ആണ്. ഇതുവരെ നിലവിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മുടെ ഒരു ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പൊ ഇതേപോലത്തെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ലഭിക്കാനായിട്ട് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ കാണാം. ബൈ.